പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വേദയെ അമേരിക്കയിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഗായത്രി മാം വിളിക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഹലോ വേദ, ഞാൻ ഗായത്രിയാണ്, നീ എന്നെ മറന്നോ എന്ന് ചോദിക്കുകയാണ്. ഗായത്രി എന്ന് കേട്ട ഉടനെ തന്നെ നമ്മുടെ വേദയ്ക്ക് സന്തോഷമാവുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ അറിയാതെ ഗായത്രി മാമിനെ ഞാൻ മറക്കുമോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഒരിക്കലും മാമിനെ മറക്കത്തില്ല എന്ന് പറയാണ്. അപ്പോൾ മാം പറയുന്നുണ്ട്, ഒരു വിശേഷമുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ടാണ് നിന്നെ വിളിച്ചത്. ഞാനിപ്പോൾ ഇവിടെ നാട്ടിലുണ്ട്, എൻ്റെ മകളുടെ വിവാഹമാണ്. നിനക്കറിയത്തില്ലേ, ഞാൻ അവളെ പറ്റിയൊക്കെ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എന്തായാലും നീ ഫാമിലി കൊടുക്കണേ, കല്യാണത്തിന് വരണം. പിന്നെ നിർബന്ധമായും നിൻ്റെ ആക്സിഡൻ്റൽ ഹസ്ബൻഡ് ഉണ്ടല്ലോ, അവനെയും കൂടി കൂട്ടിക്കൊള്ളണം കേട്ടോ. എന്തായാലും ഫാമിലി കൊടുക്കണേ, നിർബന്ധമായിട്ടും വരണമെന്ന് പറയാണ്. പക്ഷേ വേദ മുടക്കം പറയുന്നുണ്ട് കേട്ടോ. അതെ മാം, എനിക്ക് വരാൻ പറ്റുമെന്ന് അറിയത്തില്ല, എനിക്കിവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പം മാം പറയുന്നുണ്ട്, പ്രശ്നങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ, നീ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ അതൊക്കെ മാറ്റി വെച്ച് നീ നിർബന്ധമായും ഫാമിലി കൊടുക്കണേ തന്നെ വരണം എന്ന് പറയുകയാണ്. അപ്പോൾ ഓക്കെ മാം, ഞാൻ ശ്രമിക്കാം എന്ന് പറയുന്നുണ്ട് വേദ. പിന്നീട് നമ്മുടെ വേദയും കമലാമ്മയും ശ്രീജയും കൂടെ ഉമ്മറത്തിങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അതിനെ ഒരു കുറത്തി വരുന്നുണ്ട്, കൈ നോക്കണമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആദ്യം വേണ്ടാന്ന് പറയുകയാണ് കമലാമ്മ. അപ്പോൾ ശ്രീജയ്ക്കാണെങ്കിൽ ഒന്ന് നോക്കണമെന്നുണ്ട്, അത് മനസ്സിലാവുകയാണ് വേദയ്ക്ക്. വേദ പറയുന്നുണ്ട്, അമ്മേ ചേച്ചിക്ക് കൈ നോക്കണമെന്നുണ്ട്, നോക്കിക്കോട്ടെ അമ്മേ എന്ന് പറയുകയാണ്. അങ്ങനെ എന്താ കുറത്തി അങ്ങോട്ട് വിളിക്കുകയാണ്, നോക്കിക്കോളൂ, കൈ നോക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രീജയുടെ കൈ നോക്കിയിട്ട് കുറത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ പറയാണ്. ഹസ്ബൻഡിന് ജോലിയില്ല, മകൾ വേറെ ഒരിടത്താണ്, അങ്ങനെ എല്ലാം നിങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് സങ്കടപ്പെടുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഈ വീട്ടിലേക്ക് മൂന്നാമതൊരാൾ വലത് കാൽ വെച്ച് കയറി വന്നിട്ടുണ്ട്. ആ കുട്ടി മുഖേന ഈ കുടുംബത്തിൽ ഒരു ഭാഗ്യം വരാൻ പോവുകയാണ്, ഈ കുടുംബം രക്ഷപ്പെടാൻ പോവുകയാണ്, സകല ഭാഗ്യങ്ങളും ആ മോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിലും ഒരു മാറ്റം, വലിയ മാറ്റം സംഭവിക്കാൻ പോവുകയാണെന്ന് ശ്രീജനോട് പറയുകയാണ്. അപ്പോൾ ശ്രീജ ഇങ്ങനെ വേദയെ നോക്കുക കേട്ടോ. വേദയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല, ഇവർ പറയുന്നതൊന്നും തന്നെ മനസ്സിലാവണില്ല. അപ്പോൾ എന്താ ചേച്ചി പറയണേന്ന് ചോദിക്കുന്നുണ്ട്. അത് വേദേ, ഈ കുടുംബത്തിലേക്ക് മൂന്നാമത് ഒരു മരുമകൾ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്, അത് നീയല്ലേ, നീ മുഖേന ഞങ്ങൾക്കും ഈ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലത് വരാൻ പോകുന്നു എന്നാണ് അവർ പറയുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ശ്രീജ. പിന്നീട് കമലാമ്മ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴുള്ള ഈ കഷ്ടകാലങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ അവരിങ്ങനെ കണ്ണടച്ചുകൊണ്ട് ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അതെ, മധുരയിൽ പോയി അവിടുത്തെ മീനാക്ഷി ദേവിയില്ലേ, അവരെ കുടുംബസമേതം പോയി അവിടെ തൊഴുതിട്ട് വരാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറുമെന്ന് പറയും, നല്ലതാണ്, നിങ്ങൾക്ക് നല്ലതിന് വേണ്ടി പോയിട്ട് തൊഴുതിട്ട് വരാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ കുറത്തി അവിടെ നിന്നും പോകുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വേദ ഇങ്ങനെ അമ്മയുടെ അടുത്ത് പറയുകയാണ്, കമലമ്മയോട് പറയുന്നുണ്ട്, അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, അതെ, എൻ്റെ ഒരു അമേരിക്കയിലുള്ള എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഗായത്രി മാം ഉണ്ട്, മാം വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ മോളുടെ വിവാഹമാണ്, ഇവിടെ മധുരയിൽ വെച്ചിട്ടാണ് വിവാഹം നടക്കുന്നത്. അപ്പോൾ എന്തായാലും ചേച്ചിക്കും ഇങ്ങനെ ഒരു പ്രതിവിധി പറഞ്ഞതല്ലേ, നമുക്ക് എല്ലാവർക്കും കുടുംബത്തോടുക്കന്നെ പോയിട്ട് തൊഴുതിട്ടും വരാം, തൊഴുകയും ചെയ്യാം, വിവാഹത്തിൽ പങ്കെടുക്കുകയും ചെയ്യാം, ഫാമിലി മൊത്തം പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അമ്മേ എന്ന് പറയാണ്. അപ്പോൾ കമലാമ്മ ഇങ്ങനെ ഒരു ഇഷ്ടമില്ലാത്ത മറ്റല്ല, അച്ഛനിക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ, അല്ല മോളെ, നമ്മുടെ അച്ഛൻ സമ്മതിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ അച്ഛനോട് സംസാരിക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അമ്മ സംസാരിച്ചാൽ മാത്രം പോരാ, അമ്മ അത് സമ്മതിപ്പിക്കണം അച്ഛനെ കൊണ്ടെന്ന് പറയുമ്പോൾ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാണ്. പിന്നീട് കമലാമ്മ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് മാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞും ഗ്ലാസ് അങ്ങനെ പിടിച്ചുകൊണ്ട് കമലാമ്മ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് കാണുന്ന മാഷിന് മനസ്സിലാവുന്നുണ്ട് എന്തോ പറയാനുണ്ട് കമലയ്ക്ക് എന്നുള്ളത്. അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട്, എന്താ കമല, നിനക്കെന്നോടും ഇപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ? അത് മാഷ്, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. എനിക്ക് പറയാം, നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അതെ, ഇന്നിവിടെ ഒരു കുറത്തി വന്നിട്ടുണ്ടായിരുന്നു, അവൾ നന്ദിനി ശ്രീജയുടെ കൈ നോക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെ അവരുടെ നല്ലതിന് വേണ്ടി ശ്രീജയ്ക്ക് കുടുംബത്തിനും നല്ലത് സംഭവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടി മധുരയിൽ മീനാക്ഷി അമ്മയെ തൊഴുത് വരാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ ഫാമിലി കൊടുക്കണം വേണം പോവാനെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മാഷ് പറയുന്നുണ്ട്, ശ്രീജയ്ക്ക് വേണ്ടിയിട്ടല്ലേ, നല്ലത് തന്നെ, പക്ഷേ നീ എന്തായി പറയുന്നേ, നമ്മളിപ്പോൾ
നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വരാൻ തന്നെ 10,000 രൂപയായി കമലെ. ഇനി ഇപ്പോഴും നമ്മൾ എല്ലാവരും കൂടെ മധുരയിൽ പോയി വരാനും ഒരു സംഖ്യ തന്നെ ആവും. അതിനെൻ്റെ കയ്യിൽ കാശില്ല കമലെ എന്ന് പറയുകയാണ്. അപ്പോൾ കാശൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കാം മാഷേ. കാശുണ്ടെങ്കിൽ പോവാൻ മാഷ് സമ്മതിക്കുമോ എന്ന് ചോദിക്കുകയാണ്. മാഷ് പറയുന്നുണ്ട്, അതിനെന്താ, എൻ്റെ ശ്രീജയ്ക്ക് വേണ്ടിയിട്ടല്ലേ, പാവം കുട്ടിയാണ് അവൾ. അതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ പോയി വരുന്നതിൽ. പക്ഷേ പൈസ ശരിയാവണമെങ്കിൽ നമുക്ക് പോവാം, അല്ലെങ്കിൽ നടക്കത്തില്ല എന്ന് തന്നെ പറയുകയാണ് മാഷ്. ഇത് കേൾക്കുന്ന കമലാമ്മയ്ക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. മാഷ് പോകാൻ വേണ്ടി സമ്മതിച്ചല്ലോ. അതൊട്ടും തന്നെ കമലാമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം തന്നെ കമലാമ്മ പോയി ശ്രീജയോടും വേദിയോടൊക്കെ കാര്യം പറയുന്നുണ്ട്. അവർക്കൊക്കെ സന്തോഷമാവുകയാണ്. പിന്നീട് ശ്രീനി സാറിനെയാണ് കാണിക്കുന്നത്. ശ്രീനി സാറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൻ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സാറേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വിവാഹമാണ്. അവർക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല. അവരുടെ വീട്ടുകാർ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ വിവാഹത്തിൽ നിന്നും ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നാണ് അവൻ വിളിച്ചിട്ട് പറയുന്നത്. അപ്പോൾ ശ്രീനി സാർ പറയുന്നുണ്ട്, അത് ഫ്രണ്ടിന് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയല്ലേ, വിവാഹത്തിന് സമ്മതമല്ല എന്നുണ്ടെങ്കിൽ അവർ സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ മകൻ പറയുന്നുണ്ട്, അത് സാർ മോശമല്ലേ, അങ്ങനെയൊക്കെ കംപ്ലയിൻ്റായി കേസൊക്കെ ആയാൽ ബുദ്ധിമുട്ടല്ലേ ഫാമിലിക്ക്, അതുകൊണ്ട് അത് വേണ്ട, ഇതൊന്ന് ആരും അറിയാണ്ട് മുടക്കി കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. ആരും തന്നെ അറിയാണ്ട് ഈ കല്യാണം ഒന്ന് മുടക്കി തരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീനി സാറ് പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഇങ്ങനെയുള്ള തൊഴിലൊന്നും എടുക്കാറില്ല, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പ്രശ്നം പിടിച്ച ഒരു കേസ് ഞാനിപ്പോൾ എടുക്കാറില്ല. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ മകനല്ലേ, അവനൊരു കാര്യം പറഞ്ഞതല്ലേ എന്നതുകൊണ്ട് മാത്രം ഞാനിത് ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ ശ്രീനി സാർ അവൻ്റെ അടുത്ത് ഫോട്ടോസും പെൺകുട്ടിയുടെ ഫോട്ടോ, ലൊക്കേഷൻ എല്ലാം അയച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. പിന്നെ ഈ സ്ഥലം മധുരയാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ ശ്രീനി സാറ് വിക്രമിനെ വിളിക്കുകയാണ്. എന്നിട്ട് വിക്രമിന് ഈ കേസ് ഏൽപ്പിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, സാർ എന്തായി പറയുന്നേ, ഇമാതിരി കേസുകളൊന്നും സാറിൻ്റെ കൂടെ എടുക്കാറില്ലല്ലോ, ഇപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല, ഇതെല്ലാം അവസാനിപ്പിച്ചതല്ലേ നമ്മൾ, പിന്നെ എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സാറ് പറയുന്നുണ്ട്, അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകനാണ്, അവനൊരു കാര്യം പറയുമ്പോൾ എനിക്കത് പറ്റത്തില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് നീ ഇതെങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്കണം, ഈ വിവാഹമൊന്നും ആരും അറിയാതെ മുടക്കി കൊടുക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇതെവിടെ സ്ഥലം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ശ്രീനി സാറ്, ഇത് മധുരയാണ്, പക്ഷേ എനിക്ക് അറിയത്തില്ല, കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടില്ല, അതവൻ സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിനക്കത് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നീ ഇത് ചെയ്യുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, സാർ ഒരു കാര്യം പറഞ്ഞതല്ലേ, ഞാൻ ഇന്ന് വരെ അതനുസരിക്കാതിരുന്നിട്ടില്ലല്ലോ, ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ്. പിന്നീട് രാത്രി വിക്രം ഭക്ഷണം കഴിക്കുന്നതാണ് കാണിക്കുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കമലാമ്മ അടുത്ത് തന്നെ ഇരുന്ന് വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, മോനെ എന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ എന്താ അമ്മ പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് നാളെ മധുരയ്ക്കൊന്ന് പോകണമെന്ന് പറയുകയാണ്. മധുരയ്ക്കോ, അതിനെന്താ, എല്ലാവരും കൂടെ പോയിട്ട് വരുമോ, എൻ്റെ അമ്മേ 3 ദിവസമൊക്കെ ആവില്ലേ നിങ്ങൾ പോയിട്ട് വരാനെന്ന് പറയുമ്പോൾ, ഞങ്ങൾ പോകുന്ന കാര്യം മാത്രമല്ല നീയും കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന വിക്രം അങ്ങ് ഒരുമാതിരിയാവുക കേട്ടോ. എനിക്കൊന്നും വരാൻ പറ്റത്തില്ല, ഇവിടെ ഒരുപാട് ജോലിയുണ്ട് എനിക്ക് ചെയ്തു തീർക്കാനെന്ന് പറയാണ്. കേൾക്കുന്ന വേദ, വിക്രം ഓഫീസ് ജോലിക്കല്ലേ പോകുന്നത് അല്ലേ അമ്മേ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ. നിനക്കിപ്പോൾ എന്ത് ജോലിയാണ് ഇത്ര അത്യാവശ്യമായിട്ടുള്ളത്, എന്ത് ജോലിയാണെങ്കിലും അത് മാറ്റി വെച്ച് ഞങ്ങളുടെ കൂടെ നീയും വരണം എന്ന് പറയാണ് കമലാമ്മ. അപ്പോൾ വിക്രം ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. ശ്രീനി സാറ് പറഞ്ഞ കാര്യം, മധുരയിൽ പോയി ഒരു വിവാഹം മുടക്കാനുണ്ടെന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ശരി അമ്മ, ഇനി അമ്മ ഇതിന് പേരിലൊരു വിഷമം വേണ്ട നിങ്ങൾക്ക്, ഞാനും വരാം എന്ന് പറയുകയാണ്. അപ്പോൾ വേദക്കും കമലാമ്മയ്ക്കും തന്നെ നല്ല സന്തോഷമാവുന്നുണ്ട്. വിക്രമാണെങ്കിൽ ഫ്രണ്ട്സിനെയും കൂട്ടി മധുരയ്ക്ക് പോകാനുള്ള ഒരു ആലോചനയിലായിരുന്നു. പിന്നീട് വിക്രം റൂമിലേക്ക് പോയി ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, മധുരയ്ക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് വരണം, ഞാൻ നിങ്ങളുടെ ഒപ്പം വരുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ വിക്രം കാരണം പറയുന്നില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് വന്നാൽ മതി, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അനുസരിക്കുക എന്ന് പറയുകയാണ്. പിന്നീട് വിക്രം ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുക കേട്ടോ,